പോളിഗൺസ് എന്ന ലെസനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഔട്ടർ ആംഗിൾസിന് സം കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. പേജ് നമ്പർ 41 ക്വസ്റ്റ്യൻ: കമ്പ്യൂട്ട് ഓൾ ഔട്ടർ ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഷോൺ ബിലോ. ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്, അതിനെ എല്ലാ ഔട്ടർ ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കണം. ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഇന്നർ ആംഗിൾസ് എല്ലാം വേണം. ഇവിടെ ഇന്നർ ആംഗിൾസ് 3 തന്നിട്ടുണ്ട്, ഫോർത്ത് വൺ നമുക്ക് കണ്ടുപിടിക്കണം. ഫോർത്ത് വൺ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഇന്നർ ആംഗിൾസിന്റെ സമ്മ്, ക്വാഡ്രിലാറ്ററലിന്റെ ഇന്നർ ആംഗിൾസിന്റെ സമ്മ് 360 ആണ്. അതുകൊണ്ട് 360ന്ന് ഈ 3 ആംഗിൾസും ആഡ് ചെയ്തത് മൈനസ് ചെയ്താൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആദ്യം ഇതിന്റെ ടോട്ടല് 3 ആംഗിൾസിന്റെ ടോട്ടല് 130 പ്ലസ് 70 പ്ലസ് 60 ഈക്വൽ ടു 160. ഈ 3 ആംഗിൾസിന്റെയും ടോട്ടല് 260. ഇനി ക്വാഡ്രിലാറ്ററലിന്റെ സം ഓഫ് ദ ആംഗിൾസ് 360 ആണ് നമുക്കറിയാം. അപ്പൊ എന്ത് വേണം? ഈ ആംഗിൾ കാണാൻ 360 മൈനസ് 260 ഈക്വൽ ടു 100. അപ്പൊ ഈ ആംഗിള് 100 ഡിഗ്രി. ഇനി ഔട്ടർ ആംഗിൾസ് കാണാൻ, ഈ ഔട്ടർ ആംഗിൾസ് കാണാൻ ഈ 2 ആംഗിൾസിന്റെ സം 180 ആണ്. അപ്പൊ ദിസ് ആംഗിൾ ഈക്വൽ ടു 180 മൈനസ് 100 ഈക്വൽ ടു 80 ഡിഗ്രി. നെക്സ്റ്റ് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് 130 ഈക്വൽ ടു 50 ഡിഗ്രി. നെക്സ്റ്റ് ഈ ആംഗിൾ, ഈ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് 70 ഈക്വൽ ടു 110 ഡിഗ്രി. നെക്സ്റ്റ് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് 60 ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പൊ എല്ലാ ഔട്ടർ ആംഗിൾസും കിട്ടി. ഔട്ടർ ആംഗിൾസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ഔട്ടർ ആംഗിൾസ് ഏതൊക്കെയാ? ഇവിടെ 80 ഡിഗ്രി, ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 110 ഡിഗ്രി, ഇവിടെ 120 ഡിഗ്രി. ഔട്ടർ ആംഗിൾസിന്റെ മെഷേഴ്സ് 80 ഡിഗ്രി, 50 ഡിഗ്രി, 110 ഡിഗ്രി, 120 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പ്രൂവ് ദാറ്റ് ഇൻ എനി ട്രയാങ്കിൾ ദ ഔട്ടർ ആംഗിൾ അറ്റ് എ വെർട്ടെക്സ് ഇസ് ഈക്വൽ ടു ദ സം ഓഫ് ഇന്നർ ആംഗിൾസ് അറ്റ് അതർ 2 വെർട്ടിസസ്. ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ മറ്റ് 2 വെർട്ടിസസിലുള്ള ഇന്നർ ആംഗിൾസിന്റെ സം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ നോക്കുക, ട്രയാങ്കിൾ എ ബി സി, അതില് ബി സി ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ഒരു ഔട്ടർ ആംഗിൾ, ആംഗിൾ എ സി ഡി. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഔട്ടർ ആംഗിൾ അറ്റ് എ വെർട്ടെക്സ്, ഈ വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് അതർ 2 വെർട്ടിസസിലുള്ള ഇന്നർ ആംഗിൾസ്. അപ്പൊ ഈ ആംഗിള് ഈ 2 ആംഗിളിന്റെയും സം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി. ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾ എ സി ബിയുടെ മെഷർ കാണാൻ എന്ത് ചെയ്യണം? 180ന്ന് ഈ 2 ആംഗിളിന്റെയും സമ്മ് മൈനസ് ചെയ്യണം. ട്രയാങ്കിളിന്റെ ആംഗിൾ 180 ആണെന്ന് നമുക്കറിയാം. അപ്പോ ആംഗിൾ എ സി ബി കാണാൻ 180ന്ന് ഈ 2 ആംഗിളിന്റെയും സമ്മ് മൈനസ് ചെയ്യണം. വാട്ട് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അപ്പൊ ആംഗിൾ എ സി ബി ഈക്വൽ ടു 180 മൈനസ് എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ ബ്രാക്കറ്റിൽ എഴുതാം. 180 മൈനസ് എക്സ് പ്ലസ് വൈ. അപ്പൊ ആംഗിൾ എ സി ബി ഈക്വൽ ടു 180 മൈനസ് എക്സ് പ്ലസ് വൈ. നെക്സ്റ്റ് ആംഗിൾ എ സി ബിയും ആംഗിൾ എ സി ഡിയും ലീനിയർ പെയർ ആണ്. അപ്പൊ ഈ 2 ആംഗിൾസിന്റെ സമ്മ് 180 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ആംഗിൾ കാണാൻ എന്ത് വേണം? ആംഗിൾ എ സി ഡി കാണാൻ 180ന്ന് ആംഗിൾ എ സി ബി മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് ആംഗിൾ എ സി ഡി ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ എ സി ബി. That is equal to angle ACB equal to 180 minus x plus y. Therefore 180 minus bracket lega 180 minus x plus y. അതായത് ആംഗിൾ എ സി ബി 180 മൈനസ് എക്സ് പ്ലസ് വൈ എന്നറിയാം. അപ്പൊ 180ന്ന് ഈ ആംഗിൾ എ സി ബിയുടെ വാല്യൂ മൈനസ് ചെയ്യും. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ 180 മൈനസ് 180, ഈ മൈനസും മൈനസും ബ്രാക്കറ്റിന് പുറത്തുള്ള മൈനസും ബ്രാക്കറ്റിനുള്ളിലുള്ള മൈനസും കൂടി ഇവിടെ എന്തായി? പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 മൈനസ് 180 എന്ന് പറയുന്നത് 0. അപ്പോ ഈ 2 180 ക്യാൻസൽ ആയി, ബാക്കി ഇവിടെ ഉള്ളത് എക്സ് പ്ലസ് വൈ. വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ? എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി മുന്നിൽ ചെയ്തിട്ടുണ്ട്.
that is equal to angle A plus angle B. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ ACD ഈക്വൽ ടു ആംഗിൾ A plus B. ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ ഈക്വൽ ടു മറ്റു രണ്ട് വെർട്ടിസസിലുള്ള ഇന്നർ ആംഗിൾസിന്റെ സം. പേജ് നമ്പർ 51-ലെ ഒരു ക്വസ്റ്റ്യനും കൊണ്ട് ഫോർത്ത് ക്വസ്റ്റ്യൻ, അതിൽ 3 പിക്ചേഴ്സ് ഉണ്ട്, അതിലെ ഔട്ടർ ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കണം. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. പേജ് നമ്പർ 53-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, all angles in an 18-sided polygon are equal. How much is each outer angle? ഒരു പോളിഗണിന്റെ 18 സൈഡുള്ള പോളിഗണിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എല്ലാ ഇന്നർ ആംഗിൾസും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? ഔട്ടർ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഔട്ടർ ആംഗിളിന്റെ സമ്മ നമുക്കറിയാം. ഏത് പോളിഗണിന്റെ ആയാലും ഔട്ടർ ആംഗിളിന്റെ സമ്മ എത്രയായിരിക്കും? 360 ആണ്. അപ്പൊ സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ആണ്. ഒരു പോളിഗണിന് തന്നിട്ടുണ്ട്, ഒരു പോളിഗണിൽ 18 സൈഡ് ആണുള്ളത്. അപ്പൊ അതിന് 18 ഇന്നർ ആംഗിൾസും ഉണ്ട്, 18 ഔട്ടർ ആംഗിൾസും ഉണ്ട്. അപ്പൊ സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ആണ്, 18 ഔട്ടർ ആംഗിൾസ് ഉണ്ട്. അപ്പൊ ഓരോ ഔട്ടർ ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി? 360 ഡിവൈഡഡ് ബൈ 18. 360 ഔട്ടർ ആംഗിൾ ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 18. ആൻസർ 20. അപ്പൊ ഓരോ ഔട്ടർ ആംഗിളിന്റെ മെഷർ 20 ആണ്. Next question, the sides PQRS of the quadrilateral shown below are parallel. Compute all inner and outer angles of the quadrilateral. Quadrilateral തന്നിട്ടുണ്ട്, PQ ഉം RS ഉം പാരലൽ ആണ്. അതായത് ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. ബാക്കി എല്ലാ ഇന്നറും ഔട്ടറും ആംഗിൾസ് കണ്ടുപിടിക്കണം. രണ്ട് ലൈൻസ് പാരലൽ ആണ്. ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഇവിടെ ആംഗിൾ P 50 ഡിഗ്രിയും ആംഗിൾ R 110 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ ഔട്ടർ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് 180 മൈനസ് 50 ആണ്, ഇത് 130 ആണ്. അതുപോലെ ഇവിടെ ഒരു ഇന്നർ ആംഗിൾ R തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാം. ഔട്ടർ ആംഗിൾ എത്രയാണ്? 180 മൈനസ് 110 ഡിഗ്രി ഈക്വൽ ടു 70 ഡിഗ്രിയാണ്. ഇനി ബാക്കിയുള്ള ഇന്നർ ആംഗിളും രണ്ട് ഔട്ടർ ആംഗിളും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് എത്രയായിരിക്കും? SR ഉം PQ ഉം പാരലൽ ആണ്. പാരലൽ ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും എന്ത് ആംഗിൾസ് ആണ്? കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. അതായത് ഈ ലൈനിന്റെ ഒരേ സൈഡില് ഈ ലൈനിന്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള രണ്ട് ആംഗിൾസ് കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. അതിന്റെ സം എത്രയാ? സം ഓഫ് കോ ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ ഇത് 50 ആണ്. അതുകൊണ്ട് അപ്പൊ ഇത് എത്രയായിരിക്കും? 180 മൈനസ് 50 ഈക്വൽ ടു 130. നെക്സ്റ്റ് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ആംഗിളും കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. അതിന്റെ സമ്മ് 180 ഡിഗ്രി ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി ഈക്വൽ ടു 70 ഡിഗ്രി. നെക്സ്റ്റ് ഇവിടുത്തെ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ ഈ ആംഗിൾ 130 ഡിഗ്രിയാണ്. അപ്പൊ ഇത് എത്രയായിരിക്കും? 180 മൈനസ് 130 ഡിഗ്രി ഈക്വൽ ടു 50 ഡിഗ്രി. നെക്സ്റ്റ് ഇവിടെ ഔട്ടർ ആംഗിൾ കൂടി കണ്ടുപിടിക്കാണ്ട്, ഇത് 70 ആണ്. അപ്പൊ ഈ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 70 ഈക്വൽ ടു 110 ഡിഗ്രി. അപ്പൊ എല്ലാ ആംഗിൾസും കിട്ടി. ഇന്നർ ആംഗിൾസ് ഏതൊക്കെയാ? 50, 130, 110, 70. ഔട്ടർ ആംഗിൾസ് ഇവിടെ 130, 50, 70, 110 ഡിഗ്രി. അപ്പൊ എല്ലാ ഇന്നർ ആംഗിൾസും ഔട്ടർ ആംഗിൾസും ഇപ്പൊ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. Draw a quadrilateral and mark any two outer angles. Is there any relation between the sum of these two and the inner angles at the other two vertices? ഒരു ക്വാഡ്രിലാറ്ററിന്റെ രണ്ട് ഔട്ടർ ആംഗിളിന്റെ ആംഗിൾസിന്റെ സമ്മും മറ്റു രണ്ട് വെർട്ടിസസിലുള്ള ഇന്നർ ആംഗിൾസിന്റെ സമ്മും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ വരച്ചു, രണ്ട് ഔട്ടർ ആംഗിൾസ് മാർക്ക് ചെയ്യണം. ക്വാഡ്രിലാറ്ററൽ ABCD മാർക്ക് ചെയ്തു, അതിന്റെ സൈഡ് DA എക്സ്റ്റെൻഡ് ചെയ്തു, അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, ആംഗിൾ BAE. ആംഗിൾ BAE ഈക്വൽ ടു എക്സ് ആണെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ലൈൻ AB എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടെ ആംഗിൾ ഫോം ചെയ്യേണ്ട ആംഗിൾ CBF എന്ന് പറയുന്ന ഔട്ടർ ആംഗിൾ ഈക്വൽ ടു
y എന്ന് സപ്പോസ് ചെയ്തു. ആംഗിൾ സി ബി എഫ് ഈക്വൽ ടു വൈ. ഈ രണ്ട് ഔട്ടർ ആംഗിൾസിന്റെ സമ്മും ഈ രണ്ട് ഇന്നർ ആംഗിൾസിന്റെ സമ്മും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾ ബി എ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ ഡി എ ബിയും ആംഗിൾ ബി എയും, അതായത് ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ആണ്. അപ്പോൾ അതിന്റെ സം എത്രയാണ്? 180 ആണ്. അപ്പോൾ ആംഗിൾ ഡി എ ബി കാണാൻ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് എക്സ്. അപ്പോൾ ആംഗിൾ ഡി എ ബി ഈക്വൽ ടു 180 മൈനസ് എക്സ്. നെക്സ്റ്റ് ഇവിടെ ആംഗിൾ സി ബി എഫ് ഔട്ടർ ആംഗിളും ആംഗിൾ സി ബി എ ഇന്നർ ആംഗിളും. ഇന്നർ ആംഗിളിന്റെയും ഔട്ടർ ആംഗിളിന്റെയും സമ്മ് 180 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആംഗിൾ സി ബി എ കാണാൻ എന്ത് വേണം? 180 മൈനസ് വൈ. അപ്പോൾ ആംഗിൾ സി ബി എ ഈക്വൽ ടു ആംഗിൾ സി ബി എ ഈക്വൽ ടു 180 മൈനസ് വൈ. ആംഗിൾ സിയും ആംഗിൾ ഡിയും എത്രയാണെന്ന് അറിയില്ല, പക്ഷെ ആംഗിൾ സിയുടെയും ആംഗിൾ ഡിയുടെയും സമ്മ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ ആംഗിൾസിന്റെയും സമ്മ് എത്രയാണ്? സമ്മ് 360 ആണ്. ഈ 360ന്ന് ഈ രണ്ട് ആംഗിൾസിന്റെയും സമ്മ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി കിട്ടും. അപ്പൊ ആദ്യം ഈ രണ്ട് ആംഗിൾസിന്റെ സമ്മ് നോക്കി. ആംഗിൾ ഡി എ ബി പ്ലസ് ആംഗിൾ സി ബി എ. ഈ രണ്ട് ആംഗിളിന്റെ സമ്മ് 180 മൈനസ് എക്സ് പ്ലസ് 180 മൈനസ് വൈ. രണ്ട് 180 ആഡ് ചെയ്യുമ്പോൾ 180 പ്ലസ് 180 360. പിന്നെ ഇവിടെ ഉള്ളത് മൈനസ് എക്സ്. ഒരു ലെറ്റർ എഴുതുമ്പോൾ അതിന്റെ മുമ്പിലുള്ള സൈൻ അതോടുകൂടി എഴുതണം. അപ്പൊ എക്സിന് മുന്നേ മൈനസ് ആണ്. അപ്പൊ മൈനസ് എക്സ്. വൈ എഴുതണം. വൈന് മുന്നുള്ള സൈൻ മൈനസ് വൈ. അപ്പൊ ആംഗിൾ ഡി എ ബി പ്ലസ് ആംഗിൾ സി ബി എ ഈക്വൽ ടു 360 മൈനസ് എക്സ് മൈനസ് വൈ കിട്ടി. ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി കാണാൻ 360ന്ന് ആംഗിൾ ഡി എ പ്ലസ് ആംഗിൾ സി ബി എ മൈനസ് ചെയ്യണം. ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 360 മൈനസ് ആംഗിൾ ഡി എ ബി പ്ലസ് ആംഗിൾ സി ബി എ. That is equal to 360 minus angle DAB plus angle CBA എത്രയാ? 360 minus angle DAB plus angle CBA എന്ന് പറയുന്നത് 360 ബ്രാക്കറ്റ് ചെയ്താ 360 minus x minus y. ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് എഴുതാം. 360 മൈനസ് ബ്രാക്കറ്റിനുള്ളിലുള്ള 360. ഈ മൈനസും മൈനസും ചേരുമ്പോൾ എന്തായി? പ്ലസ് എക്സ്. അഗെയിൻ മൈനസ് ആൻഡ് മൈനസ് ടുഗദർ പ്ലസ് വൈ. ആൻസറിൽ 360 മൈനസ് 360 എത്രയാ? 360 മൈനസ് ചെയ്താൽ 0 കിട്ടി. ഇത് രണ്ടും ബാക്കി ഇവിടെ എന്താണുള്ളത്? എക്സ് പ്ലസ് വൈ. എക്സ് എന്ന് പറയുന്നത് എന്താ ഇവിടെ? നമ്മൾ സപ്പോസ് ചെയ്തത് എക്സ് എന്ന് പറയുന്നത് ആംഗിൾ ബി എ ആണ്. ദാറ്റ് മീൻസ് ആംഗിൾ ബി എ ഇ. വൈ എന്ന് പറയുന്നത് എന്താ? ആംഗിൾ സി ബി എഫ്. ആംഗിൾ സി ബി എഫ്. അപ്പൊ നമുക്ക് കിട്ടിയത് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ബി എ ഇ പ്ലസ് ആംഗിൾ സി ബി എഫ്. ആംഗിൾ സിയും ആംഗിൾ ഡിയും ഇന്നർ ആംഗിൾസ് ആണ്. ഈ രണ്ട് ആംഗിൾസ്. ആംഗിൾ ബി എയും ആംഗിൾ സി ബി എഫും ഔട്ടർ ആംഗിൾസ് ആണ്. അപ്പൊ എന്താ റിലേഷൻ? സം ഓഫ് ഔട്ടർ ആംഗിൾസ് അറ്റ് ടു വെർട്ടിസസ് ഈക്വൽ ടു സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് അറ്റ് ദ അതർ ടു വെർട്ടിസസ്. ഏതിന്റെ ഔട്ടർ ആംഗിൾസ് ആണോ നമ്മൾ എടുത്തത് അതല്ലാതെ മറ്റു രണ്ട് വെർട്ടിസസിലുള്ള ഇന്നർ ആംഗിൾസിന്റെ സമ്മാണ് ഈക്വൽ. ഇൻ എ പോളിഗൺ വിത്ത് ഓൾ ആംഗിൾസ് ഈക്വൽ, one outer angle is twice an inner angle. How much is each of its angles and how many sides does it have? ഒരു പോളിഗണിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ഇന്നർ ആംഗിളിന്റെ ട്വൈസ് ആണ്. അപ്പൊ ഇന്നർ ആംഗിളും അറിയില്ല നമുക്ക്, ഔട്ടർ ആംഗിളും അറിയില്ല. പക്ഷെ ഒരു കണ്ടീഷൻ അറിയാം. എന്ത്? ഇന്നർ ആംഗിളിന്റെ ട്വൈസ് ആണ്, മീൻസ് 2 ടൈംസ് ആണ് ഔട്ടർ ആംഗിൾ. അപ്പൊ നമ്മൾ സപ്പോസ് ചെയ്യുന്നത് ഇന്നർ ആംഗിൾ എക്സ് ആണെന്ന് വിചാരിച്ചു. ലെറ്റ് ഇന്നർ ആംഗിൾ ബി
ലെറ്റ് ഇന്നർ ആംഗിൾ ഈക്വൽ ടു എക്സ്. അപ്പൊ ഇന്നർ ആംഗിളിന്റെ ട്വൈസ് ആണ് ഔട്ടർ ആംഗിൾ. അപ്പൊ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? ഔട്ടർ ആംഗിൾ 2 ടൈംസ് എക്സ്. ഔട്ടർ ആംഗിൾ ഈക്വൽ ടു ട്വൈസ് ഇന്നർ ആംഗിൾ. ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ട്വൈസ് ഇന്നർ ആംഗിൾ മീൻസ് 2 ടൈംസ് ഇന്നർ ആംഗിൾ മീൻസ് 2 into x. അപ്പൊ ഔട്ടർ ആംഗിൾ ഈക്വൽ ടു 2x ഉം ഇന്നർ ആംഗിൾ ഈക്വൽ ടു x ഉം. അപ്പൊ ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും തമ്മിലുള്ള റിലേഷൻ എന്താ? അത് രണ്ടിന്റെയും സം എത്രയായിരിക്കും? 180 ആയിരിക്കും, നമ്മൾ പഠിച്ചത്. അപ്പൊ x പ്ലസ് 2x ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ ഈക്വൽ ടു 180 ഡിഗ്രി. x plus 2x is 3x equal to 180 degree. x equal to 180. 3 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ divided by, that is equal to answer 60. അതായത് inner angle equal to 60. First question, how much is each of its angles means അതിന്റെ ഓരോ ആംഗിൾസും എത്രയാണെന്ന് ചോദിച്ചാൽ ഇന്നർ ആംഗിൾസ് എല്ലാം 60 ഡിഗ്രി ആണ്. എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ 60 ഡിഗ്രി. ഇന്നർ ആംഗിൾ 60 ആണ്. അപ്പൊ ഔട്ടർ ആംഗിൾ 2 into x, that means 2 into 60 degree equal to 120 degree. അപ്പൊ ഇന്നർ ആംഗിൾ 60, ഔട്ടർ ആംഗിൾ 120 ഡിഗ്രി. അപ്പൊ സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി സൈഡ്സ്, എത്ര സൈഡ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് കാണാൻ 360നെ ഔട്ടർ ആംഗിൾ 120 ആണ് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര സൈഡ് ഉണ്ടെന്ന് കിട്ടും. സൈഡ് 3 സൈഡ്സ് ഉണ്ട്. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ഉത്തരം സൈഡ്സ് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് ട്വൈസ് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? What if the sum of outer angles is half the sum of inner angles and if the sums are equal? 3 questions ഉണ്ട്. First question നോക്കാം. The sum of the outer angles of a polygon is twice the sum of inner angles. How many sides does it have? അതായത് ഒരു പോളിഗണിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ഡബിൾ ആണ് സം ഓഫ് ഔട്ടർ ആംഗിൾസ്. അപ്പൊ ഇന്നർ ആംഗിൾസും അറിയില്ല, ഔട്ടർ ആംഗിൾസും അറിയില്ല. സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ഡബിൾ ആണ് ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് മാത്രമാണ് നമുക്കറിയുള്ളൂ. അപ്പൊ നമ്മൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് എക്സ് ആണെന്ന് വിചാരിക്കും. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഈസ് എക്സ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എത്രയായിരിക്കും? ട്വൈസ് സം ഓഫ് ഇന്നർ ആംഗിൾസ്. ദാറ്റ് മീൻസ് 2 ടൈംസ് സം ഓഫ് ഇന്നർ ആംഗിൾസ്. ദാറ്റ് മീൻസ് 2 into x. സം ഓഫ് ഇന്നർ ആംഗിൾസ് എക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ട്വൈസ് ആണ്. അപ്പൊ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് 2 into 2 times x, that is equal to 2x. അപ്പൊ സം ഓഫ് ഔട്ടർ ആംഗിൾസ് 2x. ഏത് പോളിഗണിന്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് 360 ആണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്താ എഴുതാം? 2x equal to 360. അപ്പൊ x കണ്ടുപിടിക്കാനോ? x equal to 360 divided by 2 equal to 180 degree. x എന്ന് പറയുന്നത് എന്താ? സം ഓഫ് ഇന്നർ ആംഗിൾസ്. അപ്പൊ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയുള്ള പോളിഗണിന് എത്ര സൈഡ് ഉണ്ടെന്ന്. 180 ഇന്നർ ആംഗിൾസിന്റെ സം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ ഏത് പോളിഗണാണ്? ഏത് പോളിഗണാണ് അത്? ട്രയാങ്കിൾ. അപ്പൊ എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട്. എത്ര? ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? എത്രയാ? 3 സൈഡ്സ്. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം? സം ഇസ് ഈക്വൽ ടു 180 ആണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് n-2 into 180 equal to 180 degree. n-2 equal to 180 by 180, that is equal to 1. അപ്പോൾ n-2 equal to 1. n is equal to 1 plus 2 equal to 3. ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം. സം ഇസ് ഈക്വൽ ടു നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. സം തന്നാൽ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? n-2 into 180 equal to 180. അല്ലാതെ തന്നെ നമുക്ക് എന്ത് പറയാം? സം ഓഫ് ഇന്നർ ആംഗിൾസ് 180 ഡിഗ്രി ആണെങ്കിൽ ആ ഫിഗർ എന്തായിരിക്കും? ട്രയാങ്കിൾ ആയിരിക്കും. അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് നമുക്ക് അറിയാം എത്ര? 3 ആണ്. നെക്സ്റ്റ് ഇതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇഫ് ദ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈസ് ഹാഫ് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ്? നേരത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ഡബിൾ ആയിരുന്നു ഔട്ടർ ആംഗിൾസ്. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ എന്താ? സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ഹാഫ് ആണ് ഔട്ടർ ആംഗിൾസ്. ആ സെയിം മെത്തേഡ് നമുക്ക് ചെയ്യാം. ലെറ്റ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഈക്വൽ ടു x. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? സം ഓഫ് ഔട്ടർ ആംഗിൾസ് സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ഹാഫ് ആണ്. ഹാഫ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? by 2. അപ്പൊ സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ഹാഫ് ആണ്. അപ്പൊ x by 2.
ഇനി നമുക്കറിയാം ഒരു പോളിഗണിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം എത്രയാണ്? 360 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? x/2 ഈക്വൽ ടു 360. x കണ്ടുപിടിക്കാൻ 2 അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ബൈ 2 ആണ്, അവിടെ ഇൻറ്റു ആവും. അപ്പൊ therefore x ഈക്വൽ ടു 360 ഇൻറ്റു 2 ഈക്വൽ ടു 720. x ഈക്വൽ ടു 720 എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഇന്നർ ആംഗിൾസ് ഈക്വൽ ടു 720. അപ്പൊ 720 ഇന്നർ ആംഗിൾസിന്റെ സമ്മുള്ള ഒരു പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഫോർമുലയിൽ എന്ത് എഴുതാം? n-2 ഇൻറ്റു 180 ഈക്വൽ ടു 720. n കണ്ടുപിടിക്കണം അല്ലേ? ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ആംഗിൾസിന്റെ സമ്മ് തന്നു, നമ്പർ ഓഫ് സൈഡ്സ് കാണാൻ ഫോർമുല n-2 ഇൻറ്റു 180 ഈക്വൽ ടു 720 എഴുതി. n-2 ഈക്വൽ ടു 180 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ n-2 ഈക്വൽ ടു 4. അപ്പൊ n is equal to 2 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ 4 പ്ലസ് 2 ഈക്വൽ ടു 6. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് 6 ആണ്. 6 സൈഡിലെ പോളിഗണിന് എന്താ പേര്? ഹെക്സഗൺ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഇഫ് സംസ് ആർ ഈക്വൽ? Sums are equal means sum of inner angles equal to sum of outer angles. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് sum of inner angles equal to sum of outer angles. എന്താ കണ്ടുപിടിക്കേണ്ടത്? അങ്ങനെയുള്ള ഒരു പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യനും നമ്പർ ഓഫ് സൈഡ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ sum of inner angles equal to sum of outer angles. അപ്പോൾ നമുക്കറിയാം sum of outer angles എന്ന് പറയുന്നത് 360 ആണ്. എല്ലാ പോളിഗണിന്റെയും sum of outer angles 360 ആയതുകൊണ്ട് നമുക്കറിയാം sum of outer angles equal to 360. അപ്പോൾ ഈ sum of outer angles sum of inner angles ഈക്വൽ ആണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? sum of inner angles also equal to 360. inner angles ന്റെ സം 360 ആയിട്ടുള്ള ഒരു പോളിഗൺ ഏത് പോളിഗൺ? അത് ക്വാഡ്രിലാറ്ററൽ അല്ലേ? അപ്പോൾ അതിന്റെ സൈഡ്സിന്റെ എണ്ണം എത്രയാണ്? 4. നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് സൈഡ്സ് 4 ആണ് ക്വാഡ്രിലാറ്ററൽ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാം? ഫോർമുല ഒഴിക്കുകയും സം ഓഫ് ഇന്നർ ആംഗിൾസ് 360 ആണ്. അപ്പോൾ നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. n-2 ഇൻറ്റു 180 ഈക്വൽ ടു 360. n-2 ഈക്വൽ ടു 360 ബൈ 180. n-2 ഈക്വൽ ടു 2. 2നെ മറ്റേ സൈഡിലേക്ക് n ഈക്വൽ ടു 2 പ്ലസ് 2 ഈക്വൽ ടു 4. ഇത് ചെയ്യാതെ തന്നെ നിങ്ങൾക്കറിയാം സം ഓഫ് ഇന്നർ ആംഗിൾസ് 360 ആണെങ്കിൽ ആ പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് 4 ആണ്. അത് ക്വാഡ്രിലാറ്ററൽ ആണ്. താങ്ക് യു.